പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 27 നക്ഷത്രങ്ങളെ ദിവസഫലമാണ്. അതിൽ തന്നെ ആദ്യമായി അശ്വതി. കലാരംഗത്ത് നിന്നും കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കും. ദേവാലയ ദർശന ഭാഗ്യമുണ്ടാകും. സാമ്പത്തിക സഹായം അനുവദിച്ചു കിട്ടും. അടുത്തത് ഭരണി നക്ഷത്രം. വാഹനം, ഭൂമി എന്നിവ സ്വന്തമാക്കുവാനുള്ള യോഗം കാണുന്നു. പുതിയ തൊഴിൽ ലഭിക്കുവാനും ശമ്പള വർധനവ് കിട്ടുവാനും യോഗം കാണുന്നു. അടുത്തത് കാർത്തിക നക്ഷത്രം. ദൂരദേശവാസം ഗുണം ചെയ്യും. പുതിയ ജോലി ലഭിക്കും. പങ്കാളിക്ക് ഉദ്യോഗത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. വിജയം ഉണ്ടാകും. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. ആനുകൂല്യങ്ങൾ അനുവദിച്ചു കിട്ടും. വിവാഹം മൂലം ബന്ധുബലം വർദ്ധിക്കും. സന്തോഷവും സമാധാനവും ലഭിക്കും. അടുത്തത് മകയിരം നക്ഷത്രമാണ്. തൊഴിൽ സ്ഥാപനത്തിലെ പ്രതിസന്ധികൾ സ്വയം ഒഴിഞ്ഞുപോകും. പരമ്പരാഗത കലകളിൽ താല്പര്യവും അഭിനിവേശവും വർദ്ധിക്കും. അടുത്തത് തിരുവാതിര നക്ഷത്രം. ശത്രുക്കളെ പരാജയപ്പെടുത്തും. ബന്ധുക്കൾ അനുകൂലരാകും. തൊഴിലിൽ മേന്മ ഉണ്ടാകും. പേരും പെരുമയും ഉണ്ടാകും. അടുത്തത് പുണർദം നക്ഷത്രം. സ്ത്രീകൾക്ക് സമ്മാനാദിലാഭം ഉണ്ടാകും. വ്യാപാരികൾക്ക് നല്ല സമയം. മനസ്സിൽ ഉദ്ദേശ സംഗതികൾ നേടിയെടുക്കും. അടുത്തത് പൂയം നക്ഷത്രം. കിട്ടാക്കടം പിരിഞ്ഞു കിട്ടും. തൊഴിൽ മേന്മ ഉണ്ടാകും. കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും ഉണ്ടാകും. ഔഷധ സേവ നിലനിർത്തുവാൻ സാധിക്കും. അടുത്തത് ആയില്യം നക്ഷത്രം. വിവാഹ ആലോചനകൾ അന്തിമ തീരുമാനത്തിലെത്തും. അകന്നു കഴിഞ്ഞവർ അടുത്തുവരും. ജോലി സ്ഥിരമാകും. അടുത്തത് മകം നക്ഷത്രം. സുഹൃത്തുക്കളുമായി അകലാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്ത്രീകൾ അപവാദം പറഞ്ഞു വരുത്തും. സാമ്പത്തിക കാര്യങ്ങളിൽ കുഴപ്പം ഉണ്ടാകും. അടുത്തത് പൂരം നക്ഷത്രം. ചതിക്കപ്പെടുവാനോ വഞ്ചിതരാകുവാനോ സാധ്യത കാണുന്നുണ്ട്. സംസാരവും പ്രവൃത്തികളും സൂക്ഷിക്കുക. ഓഹരി സംബന്ധമായ വിവാദങ്ങൾ ഉണ്ടാകാം. അടുത്തത് ഉത്തരം നക്ഷത്രമാണ്. പ്രണയകാര്യങ്ങളിൽ ദുഃഖം ഉണ്ടാകും. ആരോഗ്യ പരിപാലനത്തിന് ധനം ചിലവാകും. ജാമ്യം നിൽക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം. ഭാവിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അടുത്തത് അത്തം നക്ഷത്രമാണ്. ശത്രുക്കളുടെ തന്ത്രങ്ങളെ പരാജയപ്പെടുത്തും. ധനപ്രാപ്തി ഉണ്ടാകും. സഹോദരങ്ങളും ബന്ധുക്കളും സഹായ സ്ഥാനത്ത് വരും. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. അധികാരപ്രാപ്തി ഉണ്ടാകും. മേലധികാരികളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ഉണ്ടാകും. പുണ്യസ്ഥലം സന്ദർശിക്കും. അടുത്തത് ചോദ്യ നക്ഷത്രം. കലാരംഗത്ത് നിന്നും കൂടുതൽ ആനുകൂല്യങ്ങൾ, അവസരങ്ങൾ എന്നിവ ലഭിക്കും. ദേവാലയ ദർശന ഭാഗ്യം ഉണ്ടാകും. ജനപ്രീതിയും അംഗീകാരവും ലഭിക്കും. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. വിവാഹാദി മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കുവാൻ അവസരം കിട്ടും. ധനസമ്പാദനത്തിന് മുമ്പ് സ്വീകരിച്ചിരുന്ന നടപടികൾ ഫലം കണ്ടു തുടങ്ങും. അടുത്തത് അനിഴം നക്ഷത്രം. സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ ഉണ്ടാകും. കർഷകർക്ക് ലാഭം ഉണ്ടാകും. നിർമ്മാണ പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. അടുത്തത് തൃക്കേട്ട നക്ഷത്രം. ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കും. ആഗ്രഹ സാഫല്യം നേടും. അടുത്തത് മൂലം നക്ഷത്രം. ശത്രുക്കൾ ഒഴിഞ്ഞു പോകും. ദാമ്പത്യം സന്തോഷപ്രദമായിരിക്കും. പ്രണയകാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകും. ആചാര മര്യാദകൾ പാലിക്കും. അടുത്തത് പുരാടം നക്ഷത്രമാണ്. എതിർക്കുന്നവരെ കീഴ്പ്പെടുത്തും. ഏറ്റെടുത്ത സംഗതികൾ ഉത്തരവാദിത്തോടുകൂടി ചെയ്തു തീർക്കും. കുടുംബകാര്യങ്ങളിൽ മുൻപില്ലാത്ത കരുതൽ കാണിക്കും. അടുത്തത് ഉത്രാടം. ഭൂമിലാഭം ഉണ്ടാകും. കൃഷിയിലൂടെ നേട്ടം ഉണ്ടാകും. ധനലാഭം ഉണ്ടാകും. ജനപ്രീതിയും അംഗീകാരവും ലഭിക്കും. എല്ലാവരുമായി സ്നേഹത്തോടുകൂടി പെരുമാറുവാൻ സാധിക്കും. അടുത്തത് തിരുവോണ നക്ഷത്രം. സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് നിയമപരിരക്ഷ വേണ്ടിവരും. സർക്കാർ ജോലിയിലിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുകൾക്ക് സാധ്യത. വീട് വിട്ട് താമസിക്കേണ്ടി വരും. അടുത്തത് അവിട്ടം. ഇഷ്ടമല്ലാത്തവരുമായി സഹകരിക്കേണ്ടി വരും. തടസ്സങ്ങൾ നേരിടും. സ്വന്തം നേട്ടം ലാക്കാക്കി പലരും അടുത്തുകൂടി ചതിക്കുവാൻ നോക്കും. അടുത്തത് ചതയം. ധനനഷ്ടം ഉണ്ടാകും. യാത്രയിൽ അസ്വസ്ഥതകൾ അനുഭവത്തിൽ വരാം. കുടുംബത്തിൽ കലഹം ഉണ്ടാകും. ഗൃഹത്തിൽ ചില അസ്വസ്ഥതകൾ ഉടലെടുക്കാം. അടുത്തത് പൂരുരുട്ട നക്ഷത്രമാണ്. സ്ത്രീകൾ മുഖേന സന്തോഷം ഉണ്ടാകും. ബന്ധുക്കളുടെ എതിർപ്പുകളെ അതിജീവിക്കാൻ സാധിക്കും. പണമിടപാടുകളിൽ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും. അടുത്തത് ഉത്രട്ട നക്ഷത്രമാണ്. സുന്ദര വസ്തുക്കളോടോ ആഡംബരത്തിനോടോ താല്പര്യം കൂടും. പൊതുജനാനുകൂല്യം ലഭിക്കും. അധികാരികളുടെ പ്രീതി ദൃശ്യമാകും. അടുത്തത് രേവതി നക്ഷത്രമാണ്. ശത്രുവിന്മേൽ വിജയിക്കുവാൻ സാധിക്കും. ആഡംബര ഭ്രമം ഉണ്ടാകും. ദാമ്പത്യ സുഖം വർദ്ധിക്കും. സംസാരിച്ച് മറ്റുള്ളവരെ വശത്താക്കും. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വിഷയമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി. നമസ്കാരം.